എല്ലാ സുഹൃത്തുക്കളെയും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ വീഡിയോ മിഡിൽ ഈസ്റ്റിൻ്റെ അന്തരീക്ഷം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ്. ഒരു വശത്ത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള പോര്, അതിൻ്റെ ഭാഗമായി ഇറാൻ ഖത്തറിലും കുവൈറ്റിലും ബഹ്റിനിലും ഡ്രോൺ ആക്രമണം തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ പോയ ദിവസങ്ങൾ, കുറച്ച് ശാന്തമായിരുന്ന ദിവസങ്ങൾ വീണ്ടും അശാന്തി പരത്തുന്ന രീതിയിൽ ആയിക്കഴിഞ്ഞു. ഇറാനും ട്രംപും പരസ്പരം പോരടിക്കുകയാണ്. പരസ്പര വിരുദ്ധമായ പ്രഖ്യാപനങ്ങളും നടത്തുന്നു. അത് ഒരു വശത്ത്. ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു അറിവ്, പാകിസ്ഥാൻ കുറേ അധികം പട്ടാളക്കാരെ സൗദിയിലിറക്കി. സൗദി അവിടെ നിന്നുകൊണ്ട് ഹൂതികൾക്കെതിരായി യുദ്ധം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുകയാണ്. കാരണം ഹൂതികളും സൗദി അറേബ്യയും എപ്പോഴും ശത്രുതയിലാണ്. പാകിസ്ഥാനും സൗദിയും ഉണ്ടാക്കിയ ചില കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാനിലെ പട്ടാളക്കാർ സൗദിക്ക് പോയത്. ഇതിൽ പ്രധാന കാരണം ഒരു കണക്കിന് പാകിസ്ഥാനെ സംബന്ധിച്ച് അത് വലിയൊരു സഹായമാണ്. കാരണം പാകിസ്ഥാന് ഈവൻ മിലിറ്ററിക്ക് വരെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ അവിടെ ലഭിക്കാത്ത ഒരു അവസ്ഥയിലാണ്. അതിലേറ്റവും തമാശ, ഈ ലോകത്തിലെ ഏറ്റവും നമ്മൾ മണ്ടനെന്ന് പറയുന്ന ഒരാളാണ് ഇപ്പോൾ അമേരിക്ക ഭരിക്കുന്നത്. ആ മണ്ടൻ പ്രസിഡൻ്റാണ് പാകിസ്ഥാന് ഇറാനുമായിട്ടുള്ള സമാധാന ചർച്ച ചെയ്യണമെന്ന് ഏൽപ്പിച്ചത്. അപ്പോഴേ അറിയാം, ഭീകരവാദവും സമാധാനമില്ലായ്മയുമായി ഭരിക്കാൻ സാധിക്കാത്ത, ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അവിടുത്തെ നേതാക്കന്മാർ സമാധാന ശ്രമത്തിൽ പോയാൽ എന്തൊക്കെയോ ആയെന്ന് കാണിച്ചെങ്കിലും അത് 8 നിലയിൽ പൊട്ടിപ്പോയി, എല്ലാം തീർന്നു. കാരണം മനസ്സാക്ഷിയില്ലാത്ത വ്യക്തികളാണ് ഈ പാകിസ്ഥാനികൾ. ഈ പാകിസ്ഥാനിൽ ഞാൻ അവിടുത്തെ പാവം സിവിലിയൻസിനെ ഉദ്ദേശിക്കുന്നില്ല, അവിടുത്തെ ഭരണാധിപന്മാരും പട്ടാള മേധാവികളും സ്വന്തം കീശ വീർപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് അവരുടെ രാജ്യത്തെക്കുറിച്ചോ ജനങ്ങളെക്കുറിച്ചോ അവർക്കൊരു ബോധവുമില്ല. ഇവർ സമാധാനക്കാരെ ഉണ്ടാക്കാൻ പോയത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധവിരാമത്തിന് വേണ്ടിയാണ്. എന്ത് സംഭവിച്ചു? ആ കരാറിന് മീഡിയേഷൻ നിന്ന് അവർ ഇന്ന് സൗദി അറേബ്യയിൽ നിന്ന് ഹൂതികൾക്കെതിരായി യുദ്ധം ചെയ്യാൻ പോവുകയാണ്. എന്തൊരു തമാശയായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഹൂതികളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഇറാനാണ്. ആ ഇറാൻ, ശരിക്കു പറഞ്ഞാൽ ഇറാന് എതിരായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൗദി അറേബ്യയിൽ നിന്ന് സൗദി ഗവൺമെൻറ്റായി ചേർന്ന് ഹൂതികളെ ആക്രമിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അതായത് ഹൂതികൾ ഒരു പ്രോ ഇറാനിയൻസാണ്. അപ്പോൾ ഇവർക്ക് എത്ര കണ്ട് മനസാക്ഷി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് കഴിഞ്ഞാൽ മറ്റൊരു ഭാഗം ഇപ്പോൾ നാം കാണേണ്ടത്, യുക്രൈനും റഷ്യയും വളരെ രൂക്ഷമായ യുദ്ധത്തിൻ്റെ വക്കുകളിലാണ്. അവിടെ ആകെ ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഒരു ആഫ്റ്റർ എഫക്റ്റ് വരുന്നത് ഇന്ത്യൻസിനാണ്. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുകയാണ്. നമുക്കറിയാം, വളരെ അടുത്താണ്, 3-4 മണിക്കൂർ കൊണ്ട് നാട്ടിലെത്താമെന്നുള്ള ദൂരമാണ് ബൈ എയർ.
അത്രയ്ക്കുള്ളൊരു സമയത്തിന് നാട്ടിലെത്താം. കുറച്ച് സമാധാനമായി എന്നുള്ള ഒരു ആശ്വാസത്തിൽ കഴിയുമ്പോഴാണ് വീണ്ടും ഇറാനും അമേരിക്കയും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടുന്നത്. മറ്റൊരു ഭാഗത്ത് ഇസ്രായേലും ഹിസ്ബുള്ളയും അവരും അവരുടേതായ രീതിയിലുള്ള ഫൈറ്റിംഗ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ലോകത്തെ ഏതാണ്ട് ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ സമാധാന അന്തരീക്ഷം ഇല്ലെന്ന് തന്നെ പറയാം. ഇതെങ്ങനെ എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയാനും സാധിക്കില്ല. ഈ ലോകത്തിൻ്റെ ഗതി വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നാം എല്ലാത്തിനും നമ്മളും കരുതിയിരിക്കണം. നമ്മുടെ രാജ്യത്തിന് ഭീഷണി ഒന്നുമില്ലെങ്കിലും നമ്മുടെ രാജ്യത്തിന് അതിർത്തികളിൽ വലിയ ഭീഷണിയുണ്ട്. എനിവേ അത് നമുക്ക് വലിയ കുഴപ്പമില്ല. നമുക്കതിനെ തടയാനുള്ള ശക്തി നമ്മിലുണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ടെൻഷൻ പിടിക്കേണ്ട കാര്യമില്ല. എന്നാൽ മിഡിൽ ഈസ്റ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും അനർത്ഥങ്ങളും ഉണ്ടായാൽ അത് 90% എഫക്റ്റ് അത് നമുക്കും എഫക്റ്റാണ്. ഒന്ന്, നമ്മുടെ ഇൻഡസ്ട്രീസ്, നമ്മുടെ ഈ പെട്രോകെമിക്കൽ ഫീൽഡ് മൊത്തം താറുമാറാകും. കാരണം ഷിപ്പിൻ്റെ മൂവ്മെൻറ്റ്സ്, ജലഗതാഗതം തടസ്സപ്പെടും. അതിനപ്പുറം അവിടെ മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്നവർക്ക് നാട്ടിൽ വന്നു പോകാനുള്ള സൗകര്യം അത്രയൊന്നുണ്ടായില്ല. കാരണം ഈ കൂടിയ നിരക്കുകൾ, ഓൾറെഡി ഇപ്പോൾ നിരക്കുകൾ, ഈ വിമാന ടിക്കറ്റിൻ്റെ നിരക്കുകൾ ഏറ്റവും കൂടുതലാണ്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ നിരക്കുകളാണ്. രണ്ടാമത്, ഈ യുദ്ധം ഇങ്ങനെ കണ്ടിന്യൂ ആയാൽ അവിടെ ജോലി ചെയ്യുന്നവരുടെ തൊഴിലിനും ഭീഷണികൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മുടെ എക്കണോമിയെ വല്ലാതെ ബാധിക്കും. അത് യാതൊരു സംശയവുമില്ല. സോ നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുന്നത്. ഇതിലേറ്റവും കൂടുതൽ സങ്കടപ്പെടേണ്ടത് അമേരിക്കൻ ജനതയെക്കുറിച്ചാണ്. കാരണം അവർക്കൊരിക്കലും ഇങ്ങനെയുള്ള ഒരു പ്രസിഡൻറ്റ് അമേരിക്കനുണ്ടായിട്ടില്ല. അതായത് ഓരോ മണിക്കൂറും ഓരോ പ്രസ്താവനകൾ ഇറക്കുകയും ആ പ്രസ്താവനകൾക്ക് ഘടകവിരുദ്ധമായി വീണ്ടും പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് എന്തോ മാനസിക കുഴപ്പമുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി ആ ഗവൺമെൻറ്, അമേരിക്കൻ ജനതകൾ ഈ പ്രസിഡന്റ് ട്രംപിനെ ഏതെങ്കിലും ഒരു വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇദ്ദേഹം ഈ ലോകത്തിന് തന്നെ ഒരു ഭീഷണിയാകും, അമേരിക്കയ്ക്ക് തന്നെ ഒരു ഭീഷണിയാകും. അതിൽ യാതൊരു ഡൗട്ടുമില്ല. അതായത് അമേരിക്കൻ ഗവൺമെൻറ്, അമേരിക്കൻ ജനത എത്രയും വേഗം ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ ഈ മനുഷ്യനിലൂടെ ലോകമഹായുദ്ധം തുടങ്ങി വയ്ക്കാനും കാരണമാകും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. സോ ഒരിക്കൽ കൂടി ഈ അമേരിക്കൻ ജനതയ്ക്ക് എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കാനുള്ള തൻ്റെ ഇടവും ചങ്കൂറ്റവും അവർക്കുണ്ടാകട്ടെ. ഇങ്ങനെയുള്ളൊരു പ്രസിഡൻറ്റിനെ അവർക്കുണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അവരുടെ നിലനിൽപ്പിന് തന്നെ അതൊരു ഭീഷണിയായി മാറും. നമുക്ക് കൂടുതലായി ഒന്നും പ്രവചിക്കാനില്ല. എല്ലാം യുദ്ധ ഒരു അന്തരീക്ഷമാണ്. ഈ യുദ്ധ അന്തരീക്ഷത്തിൽ നമുക്കൊന്നും കൂടുതൽ പറയാൻ സാധിക്കുന്നില്ല. ഇതിന് ഒരു നിഗമനത്തിനും എത്താൻ സാധിക്കില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം നാളേക്ക് എന്താണ് സംഭവിക്കുന്നത്. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.